വശത്ത് ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള അമേരിക്കയുടെ നീക്കം, മറുവശത്ത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ ഒട്ടും വഴങ്ങാതെ നിൽക്കുന്ന ചൈന. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പോരാട്ടം ഇനി ബോംബുകളുടെയും മിസൈലുകളുടെയും മാത്രം കഥയല്ല. ലോകത്തെ സ്വാധീനിക്കുന്ന രണ്ട് വൻ ശക്തികൾ നേർക്കുനേർത്തുന്ന പുതിയൊരു സാമ്പത്തിക നയതന്ത്ര പോരാട്ടത്തിന് കൂടി വേദിയാവുകയാണ് പശ്ചിമേഷ്യ. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക സഖ്യകക്ഷികളെയും ചൈനയെയും സമ്മർദ്ദത്തിലാക്കുമ്പോൾ ചൈനയുടെ മറുപടി അമേരിക്കയെ സംബന്ധിച്ച് അത്ര സുഖമുള്ളതായിരുന്നില്ല. ഉപരോധങ്ങളും സമ്മർദ്ദവും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കില്ല എന്ന ചൈനയുടെ തുറന്ന പ്രഖ്യാപനം ഇറാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുകയാണ്. അമേരിക്ക ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഈ പ്രതികരണം. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധം കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. അതേസമയം ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളികളിൽ ഒരാളായ ചൈനയെ ഈ സമ്മർദ്ദ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നതോടെ വിഷയം അമേരിക്ക ഇറാൻ തർക്കത്തിൽ ഒതുങ്ങാതെ അമേരിക്ക ചൈന ബന്ധത്തെയും നേരിട്ട് ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്ന നടപടികളാണ് അമേരിക്ക പരിഗണിക്കുന്നത്. ഇറാന്റെ എണ്ണ വിൽപ്പന, സാമ്പത്തിക ഇടപാടുകൾ, കപ്പൽ ഗതാഗതം, പണമിടപാട് സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകുന്ന സംവിധാനങ്ങളെ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ഇതേ നിലപാടാണ് ശക്തമായി ആവർത്തിച്ചത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ സാമ്പത്തിക ശക്തി പ്രയോഗിക്കുമെന്ന് അദ്ദേഹം തന്നെ മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കക്കൊപ്പമോ എതിരെയോ എന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും ബെസന്റിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഇറാനെ സാമ്പത്തികമായി തളർത്തുന്നതിന് ഉപരോധവും നിലവിലുള്ള ഉപരോധ നടപടികളോടൊപ്പം കൂടുതൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളും ഉപയോഗിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നടപടികൾ ഇറാന്റെ സാമ്പത്തിക വരുമാനത്തെ മാത്രമല്ല, ഇറാനുമായി വ്യാപാരം നടത്തുന്ന മൂന്നാം രാജ്യങ്ങളെയും ബാധിക്കാവുന്ന തരത്തിലാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇവിടെയാണ് ചൈനയുടെ പ്രാധാന്യം. ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന. പ്രത്യേകിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ ചൈനക്ക് വലിയ പങ്കുണ്ട്. 2025 ഇറാനിൽ നിന്ന് ചൈന പ്രതിദിനം ഏകദേശം 1.38 മില്യൺ ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ ചൈനയുടെ സഹകരണമില്ലാതെ ഇറാനെ പൂർണ്ണമായും സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക അമേരിക്കക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് ചൈന ഒരു പ്രധാന വിപണിയായി തുടരുന്നതിനാൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കുക എന്നത് അമേരിക്കയുടെ പുതിയ സാമ്പത്തിക തന്ത്രത്തിലെ നിർണായക ഘടകമാണ്. ഇറാന്റെ എണ്ണ വരുമാനം വെട്ടിക്കുറക്കാൻ കഴിഞ്ഞാൽ ഇറാന്റെ സാമ്പത്തിക ശേഷിയെയും സൈനിക പ്രവർത്തനങ്ങളെയും ഒരേ സമയം ബാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വലിയൊരു അപകട സാധ്യത ഉണ്ട്. ഇറാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ചൈനീസ് കമ്പനികളെയും ബാങ്കുകളെയും ലക്ഷ്യമിടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്ക ചൈന വ്യാപാര ബന്ധത്തിലേക്കും വ്യാപിക്കാം. ഇതിനകം തന്നെ വ്യാപാരം, സാങ്കേതിക വിദ്യ, തന്ത്രപ്രധാന വിഭവങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുള്ള സാഹചര്യത്തിൽ ഇറാൻ വിഷയവും പുതിയ തർക്ക മേഖലയായി മാറാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ചൈന ആവർത്തിക്കുന്നത്. അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയതന്ത്ര സമീപനമാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക സ്വന്തം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായാണ് ഇറാനെതിരെ പുതിയ പ്രചരണം നടത്തുന്നതെന്ന ആരോപണമാണ് ഇറാൻ ഉയർത്തുന്നത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയുടെ നീക്കത്തെ വിമർശിക്കുകയും അമേരിക്കയുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അതീവ രൂക്ഷമായ ഭാഷയിൽ സാമ്പത്തിക ഭീകരത എന്നും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആഗോള എണ്ണ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ വലിയ തടസ്സമുണ്ടായാൽ അന്താരാഷ്ട്ര എണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണവിലയിൽ സമ്മർദ്ദം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇറാനെതിരായ അമേരിക്കൻ ഉപരോധത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയും ചൈന അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതുമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ ഈ പോരാട്ടം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു തർക്കം മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി എത്രത്തോളം ഫലപ്രദമാണ്, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് അതിനെ എത്രത്തോളം ചെറുക്കാൻ കഴിയും, ഉപരോധമാണോ നയതന്ത്രമാണോ ദീർഘകാല പരിഹാരത്തിലേക്ക് നയിക്കുക എന്നതിനെ തീരുമാനിക്കുന്ന വലിയൊരു ഭൗമരാഷ്ട്രീയ പരീക്ഷണമായി ഇത് മാറുകയാണ്. അമേരിക്ക ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചൈന ആ നീക്കത്തിന് മുമ്പിൽ മതിൽ തീർക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.